ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പം ഇന്ന് ഞാനൊരു സിമ്പിൾ പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉള്ളത് വെച്ച് ഓടം പോലെ എന്ന് പറയുന്ന പോലെ ഒരു സിമ്പിൾ പൊതിച്ചോറ്. അപ്പം ഞാൻ എൻ്റെ പൊതിച്ചോറിൽ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ദിവസമായി തൊടിയിൽ ഒരു ചേനത്തണ്ട് നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ തൊടിയിലേക്ക് ഇറങ്ങി. അപ്പുറത്തെ വീട്ടിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ചേനത്തണ്ട് ഉപ്പേരി വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേനത്തണ്ടിലെ ഇലയിലാണെങ്കിൽ ഇങ്ങനെ ഓരോ എന്താ പറയുക, ചെറിയ ചെറിയ പ്രാണികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ തട്ടി മാറ്റിയതിന് ശേഷം ഞാൻ ചേനത്തണ്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 2 ചേനപ്പൂവ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് എടുത്തില്ല. ചേനപ്പൂവ് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ചേരയോ പാമ്പോ എന്തോ ഞാൻ പെട്ടെന്ന് പോകുന്നത് കണ്ടപ്പോൾ എനിക്കത് എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ അതിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേനപ്പൂവ്. അപ്പോൾ അതെടുത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. ചേനത്തണ്ട് മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി തോലൊക്കെ ചീന്തി കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയുള്ളത് ഞാനിതാ കണ്ണൻ മീനാണ്. അത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയമായി ഞാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചേനത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഉണക്കമുളകും കൂടി നന്നായിട്ട് കുത്തിയിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ ചേനത്തണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിക്കാതെ ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ വാങ്ങി വയ്ക്കാൻ നേരത്ത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കും. ഒരു സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചേനത്തണ്ട് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ചേനത്തണ്ട്. മറ്റേ അടുപ്പത്ത് ഞാൻ മീൻ വറുക്കും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കളറിൽ തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചമ്മന്തി അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 ചെറിയ ഉള്ളി, ഒരു ഉണക്കമുളക് ചുട്ടെടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും ഉപ്പും ചേർത്തിട്ട് അതൊന്ന് ചമ്മന്തി ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരച്ചെടുത്ത ചമ്മന്തി ഉണ്ടല്ലോ കയ്യിൽ അങ്ങനെ ഉരുട്ടി അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. അതുപോലെ നമ്മൾ ഉണക്കമുളക് വറുത്തിട്ടാണ് അരയ്ക്കുന്നതെങ്കിൽ നല്ല ചുമന്ന കളറിൽ ചമ്മന്തി കിട്ടും. അപ്പോൾ ഏതായാലും ഈ ഒരു ചമ്മന്തി മാത്രം മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊണ് കഴിക്കാൻ. പിന്നെ ഓംപ്ലേറ്റ് ഇല്ലാതെ പിന്നെ എന്താ പൊതിച്ചോറല്ലേ. അപ്പോൾ ഞാനൊരു 2 കോഴിമുട്ട എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് അതിലിത്തിരി ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ദോശക്കല്ലിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് അങ്ങനെ ഒരു ആംപ്ലേറ്റ് ഉണ്ടാക്കി. മറിച്ചിട്ടപ്പോഴേ ഒന്ന് പൊട്ടിപ്പോയിട്ടോ. സാരില്ല അല്ലേ. ഇതൊക്കെയാണ് എൻ്റെ പൊതിച്ചോറിലെ വിഭവങ്ങൾ. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വാഴയില വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്നങ്ങനെ വാട്ടിയെടുത്തു. വാഴയില വാട്ടുമ്പോഴത്തെ ആ ഒരു സ്മെല്ല് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം ചോറ് വെച്ചു. പിന്നെ നമ്മുടെ ചേനത്തണ്ട് ഉപ്പേരി, ഓംപ്ലേറ്റ്, മീൻ വറുത്തത്, പിന്നെ നടുവിൽ നമ്മുടെ ചമ്മന്തിയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ വാഴയില അങ്ങനെ മടക്കി വെച്ചു. അങ്ങനെ കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് അങ്ങനെ വെച്ചേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 10-11:30 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയത്താണ് ഒരു 1:30 മണിയൊക്കെ ആയപ്പോൾ എടുക്കണത്. അങ്ങനെ ഉച്ചയായപ്പോൾ പൊതിച്ചോറൊക്കെ സെറ്റായിരിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു സ്മെല്ലാണോ ഉണ്ടായിരുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ പൊതിച്ചോറിൻ്റെ ആ ഒരു സ്മെല്ല്. ഞാൻ കുറച്ച് സമയം അങ്ങനെ മണത്തുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇത്തിരി ചമ്മന്തി, ഓംപ്ലേറ്റും ഉപ്പേരിയും കൂടെ ചേർത്ത് ഞാൻ ആദ്യത്തെ ഉരുള അങ്ങോട്ട് കഴിച്ചു. മോനാണെങ്കിൽ കുറേ ദിവസമായി പറയണു നമുക്ക് വാഴയില വാട്ടിയിട്ട് അതിൽ ഊണ് കഴിച്ചാലോ എന്ന്. അപ്പം ഞാനും മക്കളും കൂടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിൽ നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ ഫാമിലി വ്ളോഗായിട്ടും കുക്കിംഗ് ആയിട്ടും ഒക്കെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കി നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ബൈ.